ശക്തമായ മണി അഫർമേഷൻസ് ആണ്. ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും പോസിറ്റീവായ വാക്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് വേണം ഇത് പറയാൻ. അല്ലാതെ നമ്മളിങ്ങനെ എപ്പോഴും ഇതിനെപ്പറ്റി എന്തൊരു നെഗറ്റീവ് വാക്കുകൾ പറയുമ്പോൾ നെഗറ്റീവ് അഫർമേഷൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് തന്നെ പറയാൻ ശ്രദ്ധിക്കുക. ഏതൊരു അഫർമേഷൻ നിങ്ങൾ പറയുമ്പോഴും അഫർമേഷൻ നമുക്ക് ഉണ്ടാക്കാം, പക്ഷെ പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഓരോ അഫർമേഷനും പറഞ്ഞു കഴിയുമ്പോൾ യെസ് എന്നുള്ള വാക്കുകൂടി പറയാൻ ശ്രദ്ധിക്കുക. ഇപ്പം നോട്ട് ചെയ്തോളൂ എല്ലാവരും. എന്നിട്ട് ഡെയിലി ഇത് പറയുക. നല്ലൊരു മാറ്റം, നല്ല ചേഞ്ച് നിങ്ങളുടെ ലൈഫിലുണ്ടാവും. ഞാൻ സമൃദ്ധി ആകർഷിക്കുന്നു. യെസ്. ഞാൻ സമൃദ്ധി ആകർഷിക്കുന്നു. യെസ്. സമൃദ്ധി എൻ്റെ അവകാശമാണ്. സമൃദ്ധി എൻ്റെ അവകാശമാണ്. യെസ്. ഓരോ ദിവസം കഴിയുന്തോറും എൻ്റെ ജീവിതം സമ്പന്നമായിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസം കഴിയുന്തോറും എൻ്റെ ജീവിതം സമ്പന്നമായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ സമൃദ്ധിയുടെ മടിത്തട്ടിലാണ് ജീവിക്കുന്നത്. യെസ്. ഇത് പറയുന്ന സമയത്ത് നോട്ടുകെട്ടുകൾ തലയിലേക്ക് വീഴുന്നതായിട്ടൊക്കെ ഒന്ന് സങ്കല്പിക്കുക. ഞാൻ സമൃദ്ധിയുടെ മടിത്തട്ടിലാണ്. യെസ്. സമ്പന്നത എൻ്റെ അവകാശമാണ്. യെസ്. സമ്പന്നത എൻ്റെ അവകാശമാണ്. യെസ്. പല പല വഴികളിലൂടെ സാഹചര്യങ്ങളിൽ പണം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. പല പല വഴികളിലൂടെയും സാഹചര്യങ്ങളുടെയും പണം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ എല്ലാ നന്മകൾക്കും ഞാൻ അർഹയാണ്. എൻ്റെ ജീവിതത്തിലെ എല്ലാ നന്മകൾക്കും ഞാൻ അർഹയാണ്. ഞാൻ ചിലവിട്ട പണം ഇരട്ടിയായി, അതിൻ്റെ മടങ്ങുകളായി എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ചിലവിട്ട പണം ഇരട്ടിയായി എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിലെ സമ്പൽ സമൃദ്ധി എന്നിലേക്ക് ഒഴുകി വരുന്നു. ഈ പ്രപഞ്ചത്തിലെ സമ്പൽ സമൃദ്ധി എന്നിലേക്ക് ഒഴുകി വരുന്നു. അളവില്ലാത്ത ധനത്തിന് ഉടമയാണിന്ന് ഞാൻ. യെസ്. അളവില്ലാത്ത ധനത്തിന് ഉടമയാണ് ഞാൻ. ഞാൻ ഉടമയായിക്കൊണ്ടിരിക്കുന്നു, അങ്ങനെയും പറയാം. യെസ്. അളവില്ലാത്ത ധനം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. അളവില്ലാത്ത ധനം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ സമ്പന്നതയുടെ മടിത്തട്ടിലാണ് ഇന്ന് ജീവിക്കുന്നത്. യെസ്. ഞാൻ സമ്പന്നതയുടെ മടിത്തട്ടിലാണ് ഇന്ന് ഞാൻ ജീവിക്കുന്നത്. നിങ്ങളിങ്ങനെ ഡെയിലി പറയുമ്പോൾ നിങ്ങളുടെ ബോധ മനസ്സ് കരുതും ഈ വ്യക്തി ഒരു സമൃദ്ധിയുടെ മടിത്തട്ട് തന്നെയാണെന്ന്. അതിനുള്ള സാഹചര്യങ്ങൾ നാം അറിയാതെ നമ്മളിലേക്ക് വരും. അപ്പം എല്ലാവരും യൂസ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു.